ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ കുഞ്ഞുനാളിൽ നടന്ന സംഭവം കേട്ടോ. ഏകദേശം എൻ്റെ ഒക്കെ ഓർമ്മ വയ്ക്കുമ്പോൾ തൊട്ടേ ഞാൻ കേട്ടേക്കണതാണ്. ഒരു ചേട്ടനും ചേച്ചിയും അവരടുത്തടുത്തായിരുന്നു വീട്. അപ്പോൾ അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് കെട്ടിയതാണ്. അതായത് ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് ആ പെണ്ണ് പോയി. വീട്ടുകാരുടെ എതിർപ്പ്, രണ്ട് മതസ്ഥരായിരുന്നു. അങ്ങനെ രണ്ടുപേരും പറഞ്ഞ പോലെ തൊട്ടടുത്ത വീടാണ്, അയൽപക്കാന്ന് ഓർക്കണം. രണ്ടുപേരും മിണ്ടൂല, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. അറിയാലോ, നമ്മൾ നാട്ടിലങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ ഒത്തിരി സ്വത്തൊക്കെ ഉണ്ട്, കുറച്ച് പൈസയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ പറമ്പും കുറേ തെങ്ങും കവുങ്ങും അങ്ങനെയുള്ള കൃഷിയായിട്ടുള്ള ബന്ധപ്പെട്ട് കുറേ സാധനങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ രാത്രിയാകുമ്പോൾ ഈ ചെറുക്കൻ്റെ വീട്ടിലാണെങ്കിൽ ഇത് ഒന്നും കഴിവില്ലാത്ത ചെറുക്കന്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഈ പെണ്ണ് എന്ത് ചെയ്യുന്നറിയാമോ, വീട്ടിൽ തേങ്ങ വീഴുമ്പോൾ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കും. ഇതൊരു ദിവസം അമ്മ രാത്രി എങ്ങാണ്ട് കണ്ടുപിടിച്ചു, സ്വന്തം മോള് തേങ്ങ മോഷ്ടിച്ചുകൊണ്ട് പോണത്. അവസാനം നേരം വെളുത്തപ്പോൾ അമ്മ വഴക്കായി, കേസായി, പോലീസായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വന്തം മോളുടെ വീട്ടിലാന്ന് ഓർക്കണം. സ്വന്തം മോള് സ്വന്തം വീട്ടിൽ നിന്ന് തേങ്ങ മോഷ്ടിച്ചുകൊണ്ട് പോയി ചെറുക്കൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ഒരമ്മ ചെയ്ത പണിയാട്ടോ. കാരണം ഇങ്ങനെയുള്ള അമ്മമാരാണ്. സ്വന്തം മകള് അവർക്ക് ആർക്ക് വേണ്ടിയില്ലേ, ആ മകള് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോയി. കാരണം അതാണ്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. കാരണം ഇവരെയൊക്കെ മറന്നിട്ടായിരിക്കാം അവർ പോയതും. പക്ഷേ അവിടെ ദാരിദ്ര്യം കണ്ടാണ് അവൾ ഇവിടെ നിന്ന് തേങ്ങ എടുത്തുകൊണ്ട് പോയത്. കാരണം അന്നെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ അയൽപക്കത്തൊക്കെ ഉള്ള ഒരു വർത്തമാനം പറയുമല്ലോ, നമ്മുടെ മുറ്റത്ത് ആ വേലിയുടെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അന്നൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരും ജോലിക്ക് പോകണു, അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കണു, TV നോക്കിയിരിക്കുകയല്ലേ. അങ്ങനെ കുറച്ച് പെണ്ണുങ്ങളൊക്കെ കൂടി കൂടുമ്പോൾ വർത്തമാനം പറഞ്ഞ് കേട്ട് ഞാൻ ഇപ്പോഴും എന്നോട് മാറിപ്പോകാൻ പറഞ്ഞു, ഇത് കേൾക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകാൻ പറഞ്ഞു. കാരണം ഇത് കേട്ട് ഇനി ഞാൻ എവിടെയെങ്കിലും ഓടിപ്പോയാലോ എന്ന് എഴുതിയിട്ടായിരിക്കും. ഇത് ഒരു നടന്ന സംഭവം കേട്ടോ. പിന്നെ വേറൊരു സംഭവം ഞാൻ പറയാമെന്ന് പറഞ്ഞില്ല. അതെന്താ അറിയുമോ, അതൊരു സ്നേഹിച്ച് പെണ്ണ് ഇതുപോലെ പോയിട്ട് അമ്മ പെണ്ണിനെ ശരിയാക്കിയതാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയും. ഇത് ഒരുപാട് ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ് കേട്ടോ.